ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അസീസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ചെമ്പരത്തി. ഈ ചെമ്പരത്തി ഉപയോഗിച്ച് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ ഒരു ഷർബത്ത് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ആരോഗ്യപരമായ അറിവുകളും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രോഗത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം വേണ്ടത് ചെമ്പരത്തിയാണ്. അതിന് നമ്മളെ പറമ്പിലൊക്കെ ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി കുറച്ച് പറിച്ചെടുക്കുക. ഏകദേശം ഒരു ഗ്ലാസ്സിനൊരു 3-4 ചെമ്പരത്തി എന്ന തോതിലാണ് ചെമ്പരത്തി എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ ചുവന്ന കളറിലുള്ള ചെമ്പരത്തി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. കാരണം അതിനാണ് ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഈ ചുവപ്പ് കളറ് കിട്ടാനും ചുവന്ന ചെമ്പരത്തി തന്നെ വേണം. ഇനി തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി വിറ്റാമിൻ സി ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ വിറ്റാമിൻ എ, അയൺ, കുറഞ്ഞ അളവിൽ സോഡിയം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ലിവറിന്, കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്റ്റീവാണ്. അതുപോലെ പ്രഷർ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ യുനാനിയിൽ ഇതിനെ ഒരു മുഫരിഹ് എന്ന രൂപത്തിൽ ഉപയോഗം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നത്, സന്തോഷം നൽകുന്നത് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഡിപ്രഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉറക്കക്കുറവിന് നല്ലതാണ്. ശരീരത്തിന്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ, അതിന്റെ ടോണ് നന്നാക്കാൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനൊക്കെ പുറമെ ഇത് നല്ലൊരു റെജുവിനേഷൻ ആണ്. പിന്നെ നമുക്ക് പലർക്കും അറിയുന്നതായിരിക്കും, ചെമ്പരത്തി പഴമക്കാരൊക്കെ മുടിക്ക് നല്ലൊരു താളിയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെയാണ് ആരോഗ്യത്തിന് ഇത്രയും ഗുണങ്ങളുള്ള ചെമ്പരത്തി. അപ്പോൾ ഇനി ചെമ്പരത്തി അത്ര നിസ്സാരാക്കി കളയണ്ട. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഈ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുട്ടിൻ്റെ ഭാഗമൊക്കെ ഒഴിവാക്കി എതളുകൾ നല്ല വേർതിരിച്ച് ക്ലീനാക്കി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയും കുറച്ച് പഞ്ചസാര നമ്മളെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഈ പഞ്ചസാരക്ക് പകരം തേനോ ശർക്കരയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് അടുപ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. നമ്മളെ പഞ്ചസാര അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ചെമ്പരത്തിൻ്റെ ഇതളുകളൊക്കെ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിൽ ഈ പാത്രം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പാത്രം തുറന്നു നോക്കുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. അതിന്റെ സത്തും കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന്റെ കളർ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് റെഡ് കളറൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് മാറുക. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന്റെ ശേഷം അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയാണ് പിഴിയാൻ പോകുന്നത്. ഈ ചെറുനാരങ്ങ പിഴിയുന്നതോടുകൂടി ഇതിന്റെ കളർ കംപ്ലീറ്റ് മാറി നല്ലൊരു അടിപൊളി റെഡ് കളറിലേക്ക് മാറി വരുന്നത് കാണാം. ഇതാപ്പോൾ കണ്ടില്ലേ, ഇതിന്റെ കളറൊക്കെ മാറി നല്ലൊരു അട്രാക്റ്റീവ് ചുവപ്പ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് 2 രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ചൂടോടെ നമ്മുടെ കട്ടൻ ചായ, ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്നത് പോലെ കുടിക്കാം. അതിനാണെങ്കിൽ ചെറുനാരങ്ങ പിഴിയാതെ നമ്മളെ ആവശ്യത്തിനുള്ള ഫ്ലേവർ വേണമെങ്കിൽ ഏലക്കായ ഉപയോഗിക്കാം. അതുപോലെ ഗ്രാമ്പുവോ പട്ടയോ ഇഞ്ചിയോ ഒക്കെ ആവശ്യത്തിന് നമ്മളെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ സാധാരണ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപം എന്ന് പറയുന്നത് തണുപ്പിച്ചിട്ട് അതിൽ ഐസൊക്കെ ചേർത്ത് തണുപ്പോടുകൂടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചെമ്പരത്തി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ഇഫ്താറിന് ഏറ്റവും നല്ലൊരു ഹെർബൽ ഡ്രിങ്ക് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചില ആളുകൾക്ക് പാലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് വേറൊരു ഫ്ലേവറിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ പോയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.